ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഒരു നഴ്സറി വിസിറ്റാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു നഴ്സറി വിസിറ്റ് ചെയ്തിരുന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു, വളരെ സന്തോഷം. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നഴ്സറി കുറച്ചും കൂടിയും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ ഇൻഡോർ പ്ലാന്റ്സും അതുപോലെ വാട്ടർ പ്ലാന്റ്സും അതിനേക്കാൾ കൂടുതൽ എനിക്ക് എടുത്തു പറയാനുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരുപാട് സെറാമിക് പോട്ട്സും അതുപോലെ തന്നെ നോർമൽ പ്ലാസ്റ്റിക് പോട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അതിനോടൊപ്പം തന്നെ അക്വേറിയം, ടെറേറിയം, ഇതെല്ലാത്തിനും പുറമെ നമ്മുടെ നോർമലായിട്ടുള്ള കുറേ പ്ലാന്റ്സും എല്ലാം കൂടിയുള്ള ഒരു അടിപൊളി നഴ്സറിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്ന നഴ്സറിയുടെ പേരാണ് ഗ്രീൻസി. ഇത് കൊടുങ്ങല്ലൂരാണുള്ളത്. അപ്പോൾ നമ്മൾ എവിടെ പോയാലും വണ്ടിയിലിരിക്കുമ്പോഴും പുറത്തോട്ടാണല്ലോ നോട്ടവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ പല പ്രാവശ്യമായിട്ട് കണ്ടിട്ടുള്ളൊരു നഴ്സറിയാണിത്. അപ്പോൾ അങ്ങനെ പുറമേ നിന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് തന്നെ ഒരു ദിവസം അങ്ങോട്ട് പോയേക്കാമെന്ന് കരുതി പോയതാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പോയത് അവിടത്തുള്ള കുറേ സെറാമിക് പോട്ട്സിൻ്റെ ഒരു സെക്ഷനിലേക്കാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് കൊടുത്തത് ശ്രദ്ധിക്കാതെ ഒരുപാട് പേര് നമ്പർ ചോദിച്ച് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ പോട്ട്സിൻ്റെ സെക്ഷനിലത്തെ കാര്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിനുശേഷം ഇവർ സെറ്റ് ചെയ്ത അക്വേറിയം, ടെറേറിയം, പിന്നെ നോർമലായിട്ടുള്ള കുറേ പ്ലാന്റ്സും അതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ കാക്ടസ് പ്ലാന്റ്സും പിന്നെ കുറേ ഇൻഡോർ പ്ലാന്റ്സും അങ്ങനെ ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മളിന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇനി ഓരോ പോട്ട്സായിട്ട് നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ പോട്ട്സും കാണുമ്പോൾ നിങ്ങൾക്ക് റേറ്റൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോൾ ഞാൻ കുറച്ച് പോട്ട്സിൻ്റെ റേറ്റൊക്കെ നോക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടി കാണാം. ക്യൂട്ടാണല്ലോ. എനിക്ക് വലിയ പോട്ട്സിനേലും എപ്പോഴും ഇഷ്ടം ചെറിയ പോട്ട്സാണ് കേട്ടോ. ഇപ്പോൾ വലിയ പോട്ട്സൊക്കെ അതേ കണ്ടില്ലേ, മുകളിലൊക്കെ ഇരിക്കുന്ന പോലത്തെ വലിയ വലിയ പോട്ട്സൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ നല്ല ക്രിയേറ്റീവായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരുപാട് വലിയ സെറാമിക് പോട്ട്സും അതിൻ്റെ സ്റ്റാൻഡും എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ചെറിയ ചെറിയ പോട്ട്സിൻ്റെ റേറ്റ് നോക്കാം. ഇപ്പോൾ ഇത് 100, 110, 150 അങ്ങനെ റേഞ്ചിൽ വരുന്നതാണ്. ഇപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ള പോട്ടിനാണെങ്കിൽ ഒരു 110 റേഞ്ച്. നമുക്ക് സെറാമിക് പോട്ട്സിൻ്റെ റേറ്റ് അറിയാമല്ലോ അല്ലേ? എവിടെയാണെങ്കിലും അത്യാവശ്യം റേറ്റ് കൊടുക്കണം നമ്മൾ സെറാമിക് പോട്ട് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ 500 ആ ഒരു റേറ്റ് ഒക്കെ വരും മേലെ ഇരിക്കുന്ന പോട്ട്സിനൊക്കെ. അതിന് മേലേക്ക് റേറ്റ് വരുന്നതുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ ഈ ഒരു ബ്ലാക്ക്, ഇതൊരു പ്രത്യേക ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു പോട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ ഈ ഒരു ബാത്ത് ടബിൻ്റെ ഷേപ്പിലുള്ള ഈ ഒരു പോട്ടും ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. പിന്നെ എനിക്ക് ആദ്യമായിട്ട് കാണുന്ന ഒരു പോട്ടാണ് ഈ ഒരു കസേരയുടെ ഷേപ്പിലുള്ള പോട്ട്സ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഉള്ളൊരു പോട്ടാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു വേറെ ഒരെണ്ണോട് ഈ ഹാങ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു കളർ കോമ്പിനേഷൻ അല്ലേ? എന്തൊരു ക്യൂട്ടായിട്ടാണ് നിറയൊക്കെ കിടക്കുന്നത്. അതുപോലെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വളരെ ക്രിയേറ്റീവായിട്ട് ഒരുപാട് സ്റ്റാൻഡ്സ് ആയിക്കോട്ടെ പോട്ട്സ് ആയിക്കോട്ടെ എന്ത് തന്നെയാണെങ്കിലും നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റാൻഡിൽ ഫുള്ള് സി പ്ലാന്റ്സ് ആണ് ഇരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് വാൾ സ്റ്റാൻഡ്സ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ വേറൊരു ടൈപ്പ് ഇതുപോലെയുള്ള ഗ്രില്ല് വെച്ചിട്ടുള്ള സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള സെറാമിക് പോട്ട്സും അതിന് മാച്ച് ചെയ്യുന്ന ടൈപ്പ് പ്ലാന്റ്സ് ഒക്കെ വെച്ച് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഭയങ്കരമായിട്ട് ക്യൂട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു കാക്ടസ് പ്ലാന്റിൻ്റെ ആ ഒരു പോട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇതുപോലെ ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് എനിക്ക് തോന്നുന്നു ഇവിടെ ഇവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ഇൻഡോർ പ്ലാന്റ്സിനാണ്. പിന്നെ അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സും അതുപോലെ ഒരുപാട് ഹാങ്ങിങ് ഐഡിയാസും ഇവർ ഇവിടെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് ഒരു വുഡൻ സ്റ്റാൻഡാണ് കേട്ടോ. ഒരു കോർണറിലും അതുപോലെ ബാൽക്കണിയിൽ അങ്ങനെ എവിടെയെങ്കിലും ഒരുപാട് സ്പേസ് പോകാതെ നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നീറ്റായിട്ടുള്ള ഒരു സ്റ്റാൻഡാണിത്. അതോടൊപ്പം തന്നെ അതിന് മാച്ചിങ് ആയിട്ടുള്ള പോട്ട്സും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കാണുന്ന ഫേൺ വെച്ചിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പോട്ടിലാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഈ ഒരു ഷേപ്പിലുള്ള പോട്ടും ഇവിടെ ഒരുപാട് സെയിലിന് വെച്ചിട്ടുണ്ട് കേട്ടോ.
നമ്മൾ ചെന്ന സമയത്ത് ഇവിടെ സാധനങ്ങളൊക്കെ വളരെ കുറവുള്ളൂ കേട്ടോ. ചെടികളായാലും പോട്ട്സൊക്കെ ആയാലും വളരെ കുറവുള്ളൂ. ഇനി നമുക്ക് ഇവർ പുറത്ത് സെറ്റ് ചെയ്തിട്ടുള്ള ചെടികളും അതുപോലെ പ്രൊപ്പഗേഷന് വെച്ചിട്ടുള്ള ഒരു സെക്ഷനിലേക്കൊക്കെ പോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് അക്വേറിയവും പിന്നെ കുറച്ച് പ്ലാന്റ്സും കൂടി നമുക്ക് കണ്ടു തീർക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വായോ കേട്ടോ. Lost my best friend to 23. She left her body and hovered above me. I saw no shadow. I looked around, searched every building and home that I found. I saw no shadow, but felt the glow. The warmth inside me, it kept me afloat. It felt like heaven had found my bones and gave me comfort when I feel alone. Now you're gone, I'm alone. I guess it's time to get better. Through the pain, I will go alone. If I fall, break my bones, I will scream even louder. 'Cause I'm not dying alone. I lost my best friend to 23. She left her body and hovered above me. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഒരുപാട് വാട്ടർ പ്ലാന്റ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. എനിക്ക് അറിയാത്തതായിട്ടുള്ള ഒരുപാട് വാട്ടർ പ്ലാന്റ്സ് കാണാൻ പറ്റി. അപ്പോൾ നമുക്ക് ഇനി പതുക്കെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങാം. ഇനി പുറത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. അപ്പോൾ അവിടെയാണ് പ്രൊപ്പഗേഷനൊക്കെയുള്ള ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഇനി അതൊക്കെ കാണാം. അപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ ഫുൾ ഷെയ്ഡിലായിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇവർ ഫുള്ള് എല്ലാ സാധനങ്ങളും പ്രൊപ്പഗേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സെയിലിന് വെച്ചിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സ് ഹാങ് ചെയ്തൊക്കെ സൂക്ഷിച്ചിട്ടുള്ളത് ഇവിടെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ടൈപ്പിലുള്ള ഹാങ്ങിങ് ഐഡിയാസും അതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ലേ, നമ്മുടെ സ്പൈഡർ പ്ലാന്റും കുഞ്ഞുങ്ങളും കിടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഉള്ളൊരു ഹാങ്ങിങ് ഐഡിയ ഒക്കെ ഇപ്പോൾ എല്ലാവരും കൂടുതലായിട്ട് യൂസ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അതെല്ലാം അവർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നോർമലായിട്ടുള്ള ഹാങ്ങിങ് പോട്ട്സും അതുപോലെ നല്ല ക്രിയേറ്റീവായിട്ട് തന്നെ ജസ്റ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ പോലും വളരെ ക്രിയേറ്റീവായിട്ട് തന്നെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു വൈബാണ് കേട്ടോ തോന്നുന്നത്. കാരണം നല്ല ഗ്രീനിഷായിട്ട് വളരെ നീറ്റായിട്ട് എല്ലാം അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, താഴെയും ഒരുപാട് പ്ലാന്റ് കട്ടിങ്സ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ചെന്ന സമയത്ത് ചെടികൾ കുറവാണെന്ന് ചേച്ചിയും ചേട്ടനും വീണ്ടും പറയുന്നുണ്ടായിരുന്നു. എന്നാലും ഉള്ള ചെടികളാണെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും ഹൈ ഡിമാൻഡിൽ നിൽക്കുന്ന ചെടികളാണ് അവരോട് കൂടുതലും വെക്കാൻ ശ്രമിച്ചേക്കുന്നത്. സാധാരണ നഴ്സറിയിൽ കാണുന്ന റോസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒന്നും ഇവിടെ കാണാനേ പറ്റിയില്ല കേട്ടോ. നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സും ഹാങ്ങിങ് പ്ലാന്റ്സും അങ്ങനെയുള്ളതാണ് എനിക്ക് കൂടുതലായിട്ട് ഇവിടെ കാണാൻ പറ്റിയത്. ഇനി നമുക്ക് നഴ്സറിയുടെ ഫ്രണ്ട് ഭാഗം തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കാണാം. ഇവിടെയും കുറച്ച് പ്ലാന്റ്സൊക്കെ പ്രൊപ്പഗേഷൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ആ ഒരു സൈഡിലായിട്ടാണ്, അവിടെ പോയി നോക്കാം. അപ്പോൾ ഇവിടെയും ഇവർ ഇതുപോലെ ഹാങ്ങിങ് ഐഡിയാസും വെർട്ടിക്കൽ ഗാർഡൻ്റെ ഐഡിയാസൊക്കെ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെ കുറേ പ്ലാന്റ് കട്ടിങ്സും വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയ ഒരു ചെറിയ പ്ലാന്റ്സാണ് ഈ ഇരിക്കുന്ന കാക്ടസ് പ്ലാന്റ്സ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ വീഡിയോ റെക്കോർഡായില്ല, ഭാഗ്യത്തിനൊരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പെനിവെട്ട് പ്ലാന്റും ഞാനിവിടെ ഒരുപാട് കണ്ടിട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇൻഡോറിൽ വെക്കാൻ പറ്റിയത് ഒരുപാട് പ്ലാന്റ്സ് സക്യുലൻറ്റ് വെറൈറ്റീസും എല്ലാം തന്നെ ഇവിടെ കാണാൻ പറ്റി. അപ്പോൾ ഇതെല്ലാം ഒരു പ്രൊപ്പഗേഷന് വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ സാധാരണ നഴ്സറികളിൽ കണ്ടുവരുന്ന പ്ലാസ്റ്റിക് ഹാങ്ങിങ് റോപ്പും അതുപോലുള്ള ഹാങ്ങിങ് ബാസ്ക്കറ്റും ഹാങ്ങിങ് പോട്ട്സും അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ഐറ്റംസും ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ടയർ ചട്ടി ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ചെറിയൊരു ഫിഷ് പോണ്ടായിട്ടോ അല്ലെങ്കിൽ വാട്ടർ പ്ലാന്റ്സിനെ വളർത്താനോ അല്ലെങ്കിൽ
സാധാരണ ചെടികൾ വളർത്താനൊക്കെ എല്ലാവരും ഉപയോഗിച്ച് കാണുന്നതാണ് ഈ ഒരു ടയർ പോട്ട്സ്. അപ്പോൾ അതും ഇവിടെ കണ്ടു. പിന്നെ ഈ കാണുന്നത് നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ്റെ പോട്ട്സാണ് കേട്ടോ. ഇത് പ്ലാസ്റ്റിക് പോട്ട്സാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആ ഒരു പോട്ടിനേലും കുറച്ചും കൂടി ക്വാളിറ്റി കൂടുതലുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ കാണാനും കുറച്ചും കൂടി ക്യൂട്ടാണ്. അപ്പോൾ നമുക്ക് ഇൻഡോറിലൊക്കെ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇതൊക്കെ വെക്കണത് കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. പിന്നെ അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പ്ലാസ്റ്റിക് പോട്ട്സ് കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ. പിന്നെ നമ്മൾ സാധാരണ നഴ്സറിയിൽ കിട്ടുന്ന എല്ലാവിധ നമ്മുടെ ഗാർഡനിങ്ങിന് ആവശ്യമായ, അതുപോലെ നമുക്ക് ചെറിയ രീതിയിൽ അക്വേറിയം സെറ്റ് ചെയ്യാനൊക്കെ ആവശ്യമായ എല്ലാം ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഞങ്ങൾ വന്നതിന് മുമ്പത്തെ ദിവസം വലിയൊരു അക്വേറിയം ഇവിടെ സെയിലായി പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അതുപോലെ തന്നെ സ്റ്റോക്ക് കുറവാണെന്നുള്ളത് അവർ എടുത്തെടുത്ത് പറയാറുണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് ഒരുപാട് സ്റ്റോക്കുള്ള സമയത്ത് പോയിട്ട് ഒന്നും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ താഴെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായവരൊക്കെ മടി കൂടാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. എങ്കിൽ മാത്രമേ ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയണില്ല. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം സഫീഷോമെഡിയറി.